അടുത്ത് വെടിവെച്ചതാണ്. ഇതിനേക്കാൾ സത്യം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് എല്ലാവരും പഴയതുപോലെ തിരിച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് തന്നെ കയറുമ്പോഴൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദുൽ ആബിദീൻ ഹംദൻ ശാകിരീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر وبلغ مثل ثواب ما قرأناه ما صليناه ما صلناه هذه هدية وصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشكرنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم اعط الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا إليه وأته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهلنا رؤيته وهورنا حول المورود اللهم قل حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافي الأمراض أرحم الراحمين حاجات راجناي كنكر لا الله ഈ മജ്‌ലിസിനെ ഖബൂലാക്കണം അല്ലാഹ് ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണം അല്ലാഹ് നീ എഴുതപ്പെടുന്ന റിക്കാർഡ് മണ്ണാറക്കാട് വരുന്ന ജാതിൽ നടത്തിയ മജ്‌ലിസിന് ഖൈറിന്റെ റിക്കാർഡ് എഴുതി വെക്കണേ അല്ലാഹ് ലോകത്ത് നിന്ന് വിട പറഞ്ഞ നാളെ നിന്റെ സന്നിധിച്ചു ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മജ്‌ലിസാക്കണം മജ്‌ലിസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട് റബ്ബേ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി മക്കളില്ലാത്ത എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകണം അവരെ നിരാശപ്പെടുത്തില്ല ഒരു മക്കളുണ്ടായിട്ട് താരാട്ട് പാടി പാടാനുള്ള ഭാഗ്യമാ നവദമ്പതികൾക്ക് കൊടുക്കണം പല സ്ത്രീകൾക്കും ഗർഭാലയത്തിലെ കുമിളകളാണ് അതിന്റെ കാരണം കൊണ്ട് മക്കളുണ്ടാവുന്നില്ല പല ആളുകൾക്കും കൗണ്ടിന്റെ പ്രശ്നങ്ങളാണ് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം ചെയ്തു കൊടുക്കണം ഖാലിഖായ റബ്ബേ റഹീമായ രാജാതിരാജനായ ഗുണക്കടലായ ഒരുപാട് പേര് വാടക വീട്ടിലാണ് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് ഇവിടെ വന്നവർക്കനെ ഹൈറായ വീട് നൽകണമുള്ള ഉടച്ചത് കൊറോണ കാരണം പ്രളയം കാരണം പല ആളുകളും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് വാടക കൊടുക്കാൻ പോലും കഴിയാത്തവർ ഒരാളെ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ട ഒരവസ്ഥ നീ കൊടുക്കില്ല ഒരാൾക്കും നീ കൊടുക്കില്ല നിങ്ങളിൽപ്പെട്ട പലരും കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ലക്ഷക്കണക്കിന് കടമുള്ളവർ ഈ മജ്‌ലിസിലുണ്ട് എല്ലാവരും കരങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് നീ നൽകണം സമ്പത്ത് നൽകണം
കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാഹ്. കടക്കാരനായി നമ്മളെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മയ്യത്ത് നിസ്കരിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാത്ത മയ്യത്ത് അല്ലാഹ് ഏറ്റെടുക്കും. ഞങ്ങളെ നീ കാക്കണമല്ല. ഞങ്ങളിൽപ്പെട്ട പല ആളുകളും രോഗികളാണ്. എല്ലാവരുടെ രോഗങ്ങളും നീ ശുഭയാക്കണം അല്ലാ. ഞങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് കൂടിയ പല ആളുകളും രോഗികളാണ്. യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ പരിപാടി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും രോഗികളാണ്. ട്യൂമറുള്ളവരുണ്ട്, ചില വേദനയുള്ളവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്. ഷുഗർ കാരണം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നവരുണ്ട്, ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട്, ചെവി രോഗങ്ങളുള്ളവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, മൂക്കിൽ ദശയുള്ളവരുണ്ട്, മാറാത്ത തുമ്മലുണ്ട്, ഒരുപാട് പേർക്ക് മാറാത്ത തൊഴിലുവേദനയുണ്ട്, കാടുകളിൽ പൊട്ടി ഒലിക്കുന്നവരുണ്ട്, ടോൺസിന്റെ തൈറോയിഡുണ്ട്. അല്ലാ അല്ലാ അല്ലാ. പല ആളുകൾക്കും നെഞ്ചുവേദനയുണ്ട്, അറ്റാക്ക് ഉണ്ട്. പല ആളുകൾക്കും അറ്റാക്ക് സംബന്ധമായ രോഗങ്ങളുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുണ്ട്, ബ്ലഡ് ക്യാൻസർ ഉള്ളവരുണ്ട്, വയറിലുള്ളവരുണ്ട്, കിഡ്നി രോഗങ്ങളുള്ളവരുണ്ട്, ഗർഭാശയ രോഗങ്ങളുണ്ട്, ഉടച്ചുറപ്പ് മൂത്ര സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, മാറാത്ത പൾസ് രോഗങ്ങളുണ്ട്, മുട്ടുവേദനയുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, സോറിയാസിന്റെ ചുരച്ചുള്ളവരുണ്ട്, വെള്ളപ്പാടുണ്ട്. പറയാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ഈ മക്കളെ ബറക്കത്തുകൊണ്ട് എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാഹ്. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാഹ്. പല ആളുകൾക്കും മാനസിക രോഗങ്ങളുണ്ട്, കിടക്കിന്റെ കിടപ്പിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ. ജീവിതമാനവർക്ക് ഞങ്ങൾക്ക് നീ ഹൈറാക്കിയതെങ്കിലും അനാഥയത്തോടെ ആരോഗ്യത്തോടെ ജീവിപ്പിക്കണേയുള്ള മരണമാണ് അവർക്ക് ഞങ്ങൾക്ക് ഹൈറാക്കിയതെങ്കിലും ഈ മാനവോടെ മടിപ്പിക്കണം അല്ലോ. നിങ്ങളെ കൂട്ടുകുടുംബങ്ങളെ ഒരുപാട് ആളുകൾ 10,000 ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. നിങ്ങളെ വാപ്പമാര് കബറിലാണ്, ഞങ്ങളെ ഉമ്മമാര് കബറിലാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് കബറിലാണ്, ഭാര്യമാര് കബറിലാണ്, ഞങ്ങളെ മക്കളെ കബറിലാണ്. അല്ലാത്ത മൂത്താപ്പമാര് അങ്ങളമാര് പലരും ഇന്ന് ഏതൊക്കെ പള്ളിക്കാട്ട് ആരുടെ മുന്നിൽ കിടക്കുന്നവരാ. അവരെല്ലാവരും കബറിന് വിശാലമാക്കി കൊടുക്കണം അല്ലോ. ആരെങ്കിലും കബറിൽ എന്തെങ്കിലും മേറാവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് സ്വർഗ്ഗം നൽകണം അല്ലോ. ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലോ. ഞങ്ങളെ മക്കൾ നിങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണമല്ല. നിങ്ങളെ മക്കളെ കല്ലിന്റെയും കഞ്ചാവിന്റെയും അടിമകളാക്കല്ലോ. ഭാര്യമാരോട് സ്നേഹം നൽകുന്ന ഭർത്താക്കന്മാരാക്കണമല്ലോ. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാരാക്കണമല്ലോ. നിങ്ങളെ പെൺകുട്ടികളെ നീ കാക്കണമല്ലോ. ഏത് മതത്തിൽപ്പെട്ട പെൺകുട്ടികളാണെങ്കിലും ഉമ്മമാരെ വേദനിപ്പിക്കുന്ന, അമ്മമാരെ വേദനിപ്പിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് തരില്ലല്ലോ. മതങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോകേണ്ട പൈക ഞങ്ങളെ പെൺകുട്ടികൾക്ക് കൊടുക്കില്ലല്ലോ. ഒരുപാട് ഹൈന്ദവരായ സഹോദരന്മാർ ഞങ്ങളെ മജ്‌ലിസിൽ കാണുന്നവരുണ്ട്. അവർക്ക് നീ ബറക്കത്ത് നൽകണമല്ല. അല്ലാഹുവേ, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരുപാട് ആളുകളെ കൈകളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് നീ സാധിപ്പിച്ചു കൊടുക്കണമല്ല. കടം കൊണ്ട് വീട് വെക്കാൻ ഉദ്ദേശിച്ചവരുണ്ട്, സ്ഥലം വെക്കാൻ
ഉദ്ദേശിച്ചവരുണ്ട്, സ്ഥാപനങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ച ഒരുപാട് ആളുകളുണ്ട്. കുറച്ചു റബ്ബേ ഒരു എല്ലാവരുടെ കൽബിലുമുള്ള ആഗ്രഹങ്ങളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ല. ഞങ്ങളിൽപ്പെട്ടപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഈ മജ്‌ലിസിലുണ്ട്. പ്രായം ഒരുപാടായി ഒരു ആണിന്റെ തണലിൽ, ഒരു ഭർത്താവിന്റെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബേ. അവർക്ക് ഖൈറായ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ്. ഒരുപാട് സഹോദരിമാര് അവർക്ക് ഖൈറായ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ, അവർക്ക് ഖൈറായ ഭാര്യമാരെ നൽകണം അല്ലാഹ്. ഈ മജ്‌ലിസിൽ വന്നത് നീ വെറുതെ ആക്കല്ല അല്ലാഹ്. ഈ മജ്‌ലിസിൽ വന്ന എല്ലാവരും ആഗ്രഹങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ല. നിസ്കാരം ഖളാക്കുന്നവന്റെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല. ആലിമീങ്ങളെ തെറി പറയുന്നവന്റെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെയും ഞങ്ങളെ നീ പെടുത്തല്ല. സാധാബീങ്ങളെ വേദനിപ്പിക്കുന്നവന്റെ കൂട്ടത്തിൽ ഞങ്ങളെ ഒരാളെയും നീ പെടുത്തല്ല. എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്ക് നൽകണമല്ല, സമാധാനം നൽകണമല്ല. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ ദീനിൽ നിന്നുള്ളാഹുവേ എല്ലാ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ ബറക്കത്ത് നൽകണമല്ലോ. പടച്ച റബ്ബേ ഞങ്ങൾ ആഖിറം നന്നാക്കണമല്ല. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗ്യം നൽകണമല്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതുപോലെ വഫാത്താവാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കണ്ണിലൊന്ന് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. പടച്ച റബ്ബേ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും ഭാഗ്യം നൽകണമല്ലോ. പടച്ച റബ്ബേ ഈ സ്ഥാപനത്തിന് ഉയർച്ച നൽകണമല്ലോ. ഈ സ്ഥാപനത്തിന് ഉയർച്ച നൽകണമല്ലോ. ഈ യതീംഖാനക്ക് ബറക്കത്ത് നൽകണമല്ലോ. ഇത് സ്കൂളിന്റെ റബ്ബേ സ്കൂളിന് ബറക്കത്ത് നൽകണമല്ലോ. ഒരാപത്തും ഈ സ്കൂളിനും യതീംഖാനക്കും നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഈ മജ്‌ലിസ് നീ ഞങ്ങൾക്ക് തണലാക്കണമല്ലോ. റബ്ബേ ഞങ്ങൾ ഖബറിൽ പോയി കിടക്കേണ്ടവരാ, ഞങ്ങളെ ഖബറിൽ പോയി കിടക്കേണ്ടവരാ. ഞങ്ങളെ ഖബറിൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ ഖബറിൽ നീ നീ തരല്ലോ. ഖബർ ശിക്ഷയെ കെട്ടിക്കാക്കണമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ലോ. നീ പരിപാടിക്ക് വരുന്ന സമയത്ത് ഒരു വണ്ടി ആക്സിഡന്റ് ആയി. പടച്ച റബ്ബേ ഒരു ബസ് ആക്സിഡന്റ് ആയി. നമ്മളെ കൂടെ പിറപ്പിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളെ കൂടെ പിറപ്പിങ്ങൾക്ക് ഒരു ആപത്ത് നീ കൊടുക്കില്ല അല്ലാഹ്. ഞങ്ങളെ മക്കളെ തമ്മാടികളാക്കില്ല അല്ലാഹ്. ഒരുപാട് മക്കളെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രവാസികളുണ്ട് റബ്ബേ, ഞങ്ങളെ പ്രവാസികളെ കൈവിടിയില്ല അല്ലാഹ്. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ റബ്ബേ ഞങ്ങൾ ഒരാൾക്ക് നീ നൽകല്ല അല്ലാഹ്. എല്ലാവരുടെ കടങ്ങളും വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ഇവിടെ വന്നവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. യൂട്യൂബിലൂടെ നൂറാബീബെ കുടുംബങ്ങളിൽ പരിപാടി കാണുന്നുണ്ട്, അവർക്ക് നീ സന്തോഷം നൽകണമല്ലോ. ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ ആലിമീങ്ങളെ കുറ്റം പറയേണ്ട കൽബ് തരല്ല അല്ലാഹ്. ആലിമീങ്ങളെ തെറി പറയേണ്ട കൽബ് തരല്ല അല്ലാഹ്. സാധാരണങ്ങളെ വേദനിപ്പിക്കേണ്ട കൽബ് തരല്ല അല്ലാഹ്. ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് പടച്ച റബ്ബേ. ശൈത്താന് പല ആളുകളെയും വളയം വെച്ചിട്ടുണ്ട് റബ്ബേ, നീ കാക്കണമല്ല. ശൈത്താനിയത്തിന്റെ ശറിൽ നിന്ന് കാക്കണമല്ല. ഇബ്ലീസിന്റെ ശരണത്തെ കാക്കണമല്ല. ഞങ്ങൾ റബ്ബേ ദുനിയാവിൽ ഞങ്ങൾക്ക് പരാജയങ്ങൾ തന്നാലും ആഖിറത്തിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. ആഖിറത്തിൽ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. ആഖിറം ഞങ്ങൾക്ക് നന്നാക്കണമല്ലോ. അല്ലാഹുവേ ഞങ്ങളെ സമസ്തയുടെ ആലിമീങ്ങളും അവർക്ക് ഖൈറ് നൽകണമല്ലോ. സമസ്തയുടെ പണ്ഡിതന്മാർക്ക് നേതൃത്വമുള്ളവർക്ക് ബറക്കത്ത് നൽകണമല്ലോ. മുത്തുപോയ തങ്ങൾക്ക് റബ്ബേ ഈ
മർക്കസിന്റെ പ്രസിഡന്റാണ്, സമസ്തയുടെ പ്രസിഡന്റാണ്. ആഫിയത്തുള്ള ആരോഗ്യം നൽകണമല്ല. അലിക്കുട്ടി ഉസ്താദിനും അതുപോലെ MP ഉസ്താദിനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യം നൽകണമല്ല. അതുപോലെ തന്നെ മറ്റൊരുപാട് ആലിമീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണമല്ല. എല്ലാവർക്കും നീ സന്തോഷം നൽകണമല്ല. ഈ മജ്‌ലിസിന് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്. പടച്ച റബ്ബേ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമല്ല. പടച്ച റബ്ബേ ഞങ്ങൾക്ക് ആഖിറത്ത് സമ്മാനങ്ങള് ഈമാൻ സലാമത്താക്കണമല്ല. ഈ ലോകത്തോട് പറഞ്ഞു പോകും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായം മരണസമയത്തും അതുപോലെ തന്നെ ഖബറിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിങ്ങളെ ദുആ നീ ആയിബായി മടക്കല്ല അല്ലാഹ്, നീ ആയിബായി മടക്കല്ല അല്ലാഹ്, ആയിബായി മടക്കല്ല അല്ലാഹ്. എന്ത് ഉദ്ദേശത്തോട് കൂടിയാണ് വന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങളെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണമല്ല. പെട്ടെന്നുള്ള മരണങ്ങൾ ചെറില്ല അല്ലാഹ്, അപകട മരണങ്ങൾ ചെറില്ല അല്ലാഹ്. ഒരുപാട് കുടുംബങ്ങൾ അകന്നു നിൽക്കുന്നുണ്ട്. ആ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണമല്ല. സത്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകണമല്ല. അല്ലാഹുവേ ഹക്കും ബാത്തിലും തിരിച്ചറിയാനുള്ള ഭാഗ്യം നൽകണമല്ല. ശൈത്താനിയത്തിന്റെ ശർവ്വ ഞങ്ങളെ പിടിച്ചല്ല അല്ല. ഒരുപാട് പേര് ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും നീ അത് ഹൈറാക്കണമല്ല. ആ സദത്തിനെ സ്വീകരിക്കണമല്ല. ഞങ്ങളെ മരിച്ചു പോകുന്നതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമല്ല. റബ്ബേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ല. റബ്ബനാ വലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.